പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ആദ്യ ഞായറാഴ്ച ഈ ദിവസത്തിൽ ഒരു പ്രത്യേക പ്രാർത്ഥനാ റിക്വസ്റ്റ് നിങ്ങളോട് നേടുകയാണ്. അച്ഛൻ്റെ ഇടവകയിൽ 17 കുട്ടികൾ അവരെ ആഘോഷമായിട്ട് ഈശോയെ സ്വീകരിക്കുന്ന സുദിനമാണ് ഇന്ന്. ഒരു 3 കുട്ടികൾ സ്ഥൈര്യലേപനം സ്വീകരിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ആ കുഞ്ഞുങ്ങളെ പ്രത്യേകമായിട്ട് ഓർത്തേക്കണം കേട്ടോ. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ലേവ്യരുടെ പുസ്തകം 13:45 വചനം വെളിപ്പെടുത്തുകയാണ്. കുഷ്ഠമുള്ളവൻ കീറിയ വസ്ത്രം ധരിക്കുകയും മുടി ചീകാതിരിക്കുകയും മേൽചുണ്ട് തുണി കൊണ്ട് മറയ്ക്കുകയും അശുദ്ധൻ അശുദ്ധൻ എന്ന് വിളിച്ചു പറയുകയും വേണം. അതായത് നമ്മൾ പറയുന്ന ഈശോയുടെ കാലത്ത് കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തി എന്ന് പറയുന്നില്ലേ? 10 കുഷ്ഠരോഗികൾ ലൂക്കായുടെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിൽ 10 കുഷ്ഠരോഗികൾ അപ്പോൾ ഞങ്ങളെ സുഖപ്പെടുത്തണമേ. യേശു സുഖപ്പെടുത്തി പോകും വഴി അവർ പുരോഹിതന്മാരെ കാണിച്ചു കൊടുക്കണം, പോകും വഴി അവർ സുഖപ്പെട്ടു എന്നൊക്കെ പറയുന്നില്ലേ? സഹോദരങ്ങളെ, അന്നത്തെ വേദന, കുഷ്ഠം എന്ന് പറയുന്ന വേദന, രോഗിയാണെന്നുള്ള വേദന ഒന്ന്, 2 അപഹാസ്യരാക്കപ്പെടുക എന്നുള്ള വേദന മറ്റൊന്ന്. ആ ഒരു വേദനയിലാണ് യേശു ഒരു വ്യക്തിയുടെ ഒരു കുഷ്ഠരോഗികളുടെ ജീവിതത്തിൽ ഇടപെട്ടത്. അങ്ങനെയെങ്കിലും പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമ്മുടെ രോഗം ശാരീരിക രോഗം മൂലമല്ല നമ്മൾ അപഹാസ്യരായിട്ടുള്ളത്. നമ്മുടെ മനസ്സൊക്കെ ശരിക്കും വിണ്ടുണങ്ങി വരണ്ട മാനസം വിണ്ട്, ശരിക്ക് ഈ പാടൊക്കെ വിണ്ട്, അതുപോലെയാണ് ഹൃദയമൊക്കെ അനേകരുടെ വിണ്ട് പൊളിഞ്ഞ്. പ്രിയ സഹോദരങ്ങളെ, ആ വിണ്ടട്ടുള്ള അവസ്ഥയിലേക്ക്, ആ വേദനിക്കുന്ന അവസ്ഥയിലേക്ക് യേശു കടന്നു വന്ന് കുഷ്ഠരോഗിയുടെ കുഷ്ഠം, ശാരീരിക കുഷ്ഠം മാറ്റിയതുപോലെ നമ്മുടെ ആത്മാവിൻ്റെ കുഷ്ഠം മാറ്റാനായിട്ട് സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അതായത് ഒറ്റ കാര്യമുള്ളൂ, യേശുവേ എൻ്റെ ജീവിതത്തിലേക്ക് നീ വരണം. എൻ്റെ ജീവിതത്തിൽ കുഷ്ഠം നിറഞ്ഞ മനോഭാവങ്ങൾ എൻ്റെ ഉള്ളിലുണ്ട്. എൻ്റെ ഉള്ളിൽ കുറേ മുറിവുകളുണ്ട്. ആ മുറിവുകളിലേക്ക് ഈശോയെ ഇൻവൈറ്റ് ചെയ്യുക എന്നുള്ളത്. ഈശോയെ ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ നിശ്ചയമായി ഈശോ കടന്നു വന്ന് നമുക്ക് വിടുതൽ നൽകും. നമുക്ക് അത്തരത്തിലുള്ളൊരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എപ്പോഴും എന്നേക്കും ആമേൻ.